അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ഷീജയിലേക്കാണ്. ഷീജ ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം. ഷീജ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വിനിഷ. യെസ്, ഇന്ന് സെനറ്റ് നടക്കാനിരിക്കുന്നു. കേരള സർവകലാശാലയുടെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. പ്രധാനമായും MBA വിദ്യാർത്ഥികളുടെ ചോദ്യപേപ്പർ കളഞ്ഞുപോയി. അതിനുശേഷം ഇന്നലെ പരീക്ഷ 71 വിദ്യാർത്ഥികൾക്കുള്ള പരീക്ഷ പുനരാരംഭിച്ചു കഴിഞ്ഞു. 65 പേരാണ് പരീക്ഷ എഴുതിയതെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ വിഷയങ്ങളൊക്കെ ഇന്ന് ഫുൾ സെനറ്റിൻ്റെ അജണ്ടയായിട്ട് വരുമല്ലേ? വിനിഷ, ഏതായാലും ഇന്നിപ്പോൾ സമ്പൂർണ്ണ സെനറ്റ് യോഗം അല്പസമയത്തിനകം ഏകദേശം 8:30 തന്നെ ആരംഭിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സെനറ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ മാസം 10-ന്, അതായത് ഈ വ്യാഴാഴ്ച മറ്റന്നാൾ സെനറ്റിലേക്കുള്ള വിദ്യാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. സർവകലാശാല യൂണിയന്റെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പ് നമുക്കറിയാം. ആ തെരഞ്ഞെടുപ്പ് സുഗമമായ രീതിയിൽ അതിന്റെ ഫലപ്രഖ്യാപനത്തിലേക്ക് എത്തുമ്പോൾ KSUക്കാർ അവിടെ എത്തി വലിയ തോതിൽ ആ ഫലപ്രഖ്യാപനം അലങ്കോലമാക്കുന്നത് കയ്യാങ്കളിയിലേക്കടക്കം നീങ്ങുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ കൃത്യമായ രീതിയിൽ തന്നെ അതിൻ്റെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ SFI ആധികാരികമായ വിജയം തന്നെ അവിടെ നേടിയിട്ടുണ്ടായിരുന്നു. ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ചരിത്രത്തിൽ ആദ്യമായി സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ ഭാരവാഹികളും പെൺകുട്ടികളായിരുന്നു എന്നുള്ളൊരു ഏറ്റവും വലിയ പ്രത്യേകത കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ നിർഭാഗ്യമെന്ന് പറയേണ്ടത് കഴിഞ്ഞ ചാൻസലർ, അതോടൊപ്പം തന്നെ നിലവിൽ ഇപ്പോഴും അവിടെ തുടരുന്ന താൽക്കാലിക വൈസ് ചാൻസലർ എന്നിവരുടെ തെറ്റായിട്ടുള്ള ഇടപെടലുകൾ കാരണം ആ യൂണിയന് പ്രവർത്തിക്കുവാൻ സാധിക്കാത്തൊരു സാഹചര്യമായിരുന്നു. അവർക്ക് അധികാരമേൽക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ സെനറ്റിൻ്റെ മുന്നിലുള്ള പ്രധാന അജണ്ട എന്ന് പറയുന്നത്. അത് സമഗ്രമായി തന്നെ ഇന്നത്തെ സെനറ്റ് ചർച്ച ചെയ്യുന്നതായിരിക്കും. വിശാലമായിട്ടുള്ള സെനറ്റ് യോഗം തന്നെയായിരിക്കും ഇന്ന് ചേരുക. ഏകദേശം ഉച്ചവരെ ഈ സെനറ്റ് യോഗം നീണ്ടു നിൽക്കും എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അതിനൊപ്പം തന്നെ എടുത്തു പറയേണ്ടത്, നേരത്തെ വിനിഷ സൂചിപ്പിച്ചതുപോലെ തന്നെ MBA വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസുകൾ കാണാതായ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അധ്യാപകന്റെ ഹിയറിംഗ് ഇവിടെ കേരള സർവകലാശാലയിൽ സർവകലാശാല രജിസ്ട്രാറുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി നടത്തിയിരുന്നു. ആ കമ്മിറ്റിയുടെ ഹിയറിംഗിന്റെ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി റിപ്പോർട്ട് തയ്യാറായിരുന്നു. ഇന്നിപ്പോൾ ഈ സെനറ്റ് യോഗത്തിന് ഇടയിൽ കിട്ടുന്ന ഇടവേളയിൽ ഈ റിപ്പോർട്ട് കേരള സർവകലാശാല രജിസ്ട്രാർ അനിൽകുമാർ അദ്ദേഹം കേരള സർവകലാശാലയുടെ വൈസ് ചാൻസലർക്ക് ഡോക്ടർ മോഹനൻ കുന്നുമ്മലിന് കൈമാറും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ റിപ്പോർട്ടിൽ കൃത്യമായ രീതിയിൽ തന്നെ ഏതായാലും അധ്യാപകനെതിരെ നടപടി ശുപാർശ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ റിപ്പോർട്ടിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ഏതായാലും വരുന്ന മണിക്കൂറുകളിൽ തന്നെ നൽകാൻ സാധിക്കുന്നതായിരിക്കും. പക്ഷേ കൃത്യമായ രീതിയിൽ തന്നെ അധ്യാപകനെതിരെ റിപ്പോർട്ടിൽ പരാമർശമുണ്ട്, നടപടി ശുപാർശ ചെയ്യുന്നുണ്ട്. ആ രീതിയിൽ ഈ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷമായിരിക്കും ഏതായാലും തുടർ നടപടിയിലേക്ക് വൈസ് ചാൻസലർ കടക്കുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സിൻഡിക്കേറ്റ് തന്നെ നിർദ്ദേശിച്ചിരുന്നത് അധ്യാപകരെ പരീക്ഷാ ചുമതലകളിൽ നിന്നും ഡീബാർ ചെയ്യണം എന്നുള്ളതാണ്. അത് സർവകലാശാല കൃത്യമായ രീതിയിൽ ഉറപ്പാക്കും എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അതേസമയം മറുഭാഗത്ത് വിദ്യാർത്ഥികളുടെ കാര്യം നിലനിൽക്കുന്നുണ്ട്. വിദ്യാർത്ഥികളുടെ പരീക്ഷ കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. ഇന്നലെ നടന്ന പരീക്ഷയിൽ 71 കുട്ടികളുടെ ഉത്തരക്കടലാസുകളാണ് നഷ്ടമായത്. ഇതിൽ 65 പേരും ഇന്നലെ വിവിധ കേന്ദ്രങ്ങളിലായി എത്തി പരീക്ഷ എഴുതിയിട്ടുണ്ട്. മറ്റു കുട്ടികൾക്ക് വേണ്ടി ഈ മാസം 22-ന് വീണ്ടും പരീക്ഷ നടത്തുന്നതായിരിക്കും. ഏതായാലും പരീക്ഷ കഴിഞ്ഞ് 3-ാം ദിനം ഫലം പ്രഖ്യാപിക്കുക എന്നുള്ളത് തന്നെയാണ് സർവകലാശാല തീരുമാനിച്ചിട്ടുള്ളത്. അത് അതേ രീതിയിൽ തന്നെ നടപ്പാക്കുമെന്നും സർവകലാശാല വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ഇനിയിപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് ഇന്നത്തെ സെനറ്റ് യോഗത്തിന്റെ നിർണായകമായ തീരുമാനങ്ങളിലേക്ക് തന്നെയാണ്. വിനിഷ. ശരി ഷീജ, എന്തായാലും വരും മണിക്കൂറുകളിൽ ഈ സെനറ്റുമായി ബന്ധപ്പെട്ട കൂടുതൽ നിർണായകമായ തീരുമാനങ്ങളും ഈ യോഗത്തിൽ എന്തൊക്കെ നടക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാൻ വേണ്ടി കഴിയും.